ബസ്സിലെ കാമനോട്ടം. ഏഞ്ചൽ ബേബി വിഷയത്തിൽ ഈ കാമക്കിളവന് അവളുടെ അനുവാദമില്ലാതെ മാറിടത്തിലേക്ക് എത്തി നോക്കിയത് 100% തെറ്റ് തന്നെയാണ്. പക്ഷേ പറയാനുള്ളത് ഇത് എൻ്റെ അഭിപ്രായമല്ല, ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടതാണ്. പക്ഷേ ഈ കിളവന് എന്തെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബസ്സിൽ അടുത്തു വന്നിരുന്ന് എത്തി നോക്കാതെ പ്രതിമാസം 399 രൂപ മുതൽ 1499 രൂപ വരെ അടച്ച് ആ കുട്ടിയുടെ വെബ് ആപ്പിൽ കയറി ആവശ്യാനുസരണം കാണാമായിരുന്നു. മണ്ടൻ കിളവൻ ചുമ്മാ എത്തി നോക്കി മാനവും പോയി. നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞു. ആകെ നാണക്കേടായി. ഇതായിരുന്നേൽ എന്തെളുപ്പമായിരുന്നു, വേറെ ഒരു മനുഷ്യനും അറിയില്ലായിരുന്നു. നല്ല സുഖമായിട്ട് എവിടേലും ഇരുന്ന് എല്ലാം കണ്ട് സുഖിക്കാമായിരുന്നു. പിന്നെ ഈ വിഷയത്തിൽ എവിടെയോ കണ്ട ഒരു കമൻ്റാണ്, ഒരു വേശ്യ സ്ത്രീയെ ആരേലും റേപ്പ് ചെയ്താൽ അത് തെറ്റാണോ എന്ന്. എൻ്റെ അഭിപ്രായത്തിൽ അത് തെറ്റ് തന്നെയാണ്. ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവളുടെ ദേഹത്ത് തൊടാനോ മോശമായ രീതിയിൽ നോക്കാനോ പാടില്ല. നിങ്ങൾക്ക് വേണേൽ അവളോട് മാന്യമായി കാര്യം അവതരിപ്പിക്കാം. ഈ വിഷയത്തിൽ ഈ പെൺകുട്ടിയുടെ നിലപാടിനെക്കുറിച്ച് പലരും പറയുന്നതിങ്ങനെ, അവൾ കാണിക്കുന്നത് കണ്ടോളണം, അല്ലാതെ എത്തിനോട്ടവും തൊട്ടുരുമ്മിരിക്കലുമൊന്നും ശരിയല്ല എന്നും. ഈ വാർത്ത അറിഞ്ഞ 80% ആളുകളും ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ കുറച്ച് വിവരമില്ലാത്ത നാറികളോട് ഈ പെൺകുട്ടി പറഞ്ഞ ചില വാക്കുകളും ഇതിൻ്റെ കൂടെയുണ്ട്. താൻ വസ്ത്രം ധരിക്കുന്നതിനെക്കുറിച്ചും തൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളെക്കുറിച്ചും പറഞ്ഞവർ ഒന്ന് ചിന്തിച്ചു നോക്കണമെന്ന്. നാട്ടിൻ പുറത്ത് ചുരിദാറിട്ട് നടക്കുന്ന പെൺകുട്ടികളും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടാൻ കാരണമായി ഒരിക്കലും വസ്ത്രം മാറുന്നില്ല എന്ന് അവർ ഉറപ്പിച്ചു തന്നെ പറയുന്നു. എത്ര എത്തി നോക്കിയാലും ഒന്നും കാണാത്ത തരത്തിൽ തന്നെയാണ് അവർ ആ സമയത്ത് വസ്ത്രം ധരിച്ചിരുന്നത് എന്ന്. ഇവിടെ കുഴപ്പമായി മാറിയത് അയാളുടെ എത്തിനോട്ടം തന്നെ. എന്തായാലും ചേട്ടന് നാണവും മാനവും പോയി. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇത്തരം ഭാഗങ്ങൾ അവർ തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ജനങ്ങൾക്ക് കാണുവാനുള്ള അനുവാദം നൽകി എന്നതാണ്. ചേട്ടനൊരു പഴഞ്ചനായതുകൊണ്ട് ഈ കാര്യം അറിയാതെ ഇതിൽ പെട്ടുപോയത് തന്നെ. ഞാൻ ഓണപ്പരിപാടി കഴിഞ്ഞ് ബസ്സിൽ വന്ന സമയത്ത് ഒരാൾ എന്നെ മോശമായി നോക്കുകയും, ഒരു പ്രായമുള്ള ഒരാൾ മോശമായി നോക്കുകയും, ഞാൻ അത് വീഡിയോ എടുത്ത് പങ്കുവെക്കുകയും ചെയ്തു. അത് ഇത്രയും റീച്ച് ആവുന്ന സോഷ്യൽ മീഡിയ ഇത്രയും പ്രശ്നമാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ 80% ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തു. ബാക്കി 20% അയാളെ സപ്പോർട്ട് ചെയ്യുന്ന നാറുകളോട് എനിക്ക് പറയാനുള്ളൂ. ഈ ഫേസ്ബുക്ക് അമ്മമാരെ കുറച്ച് വിവരമില്ലാത്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൂ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞു ഞാൻ അവിടെ പ്രതികരിച്ചില്ല എന്നാണ്. ഞാൻ പ്രതികരിക്കുകയും ചെയ്തു, അയാൾ ഇറങ്ങി പോവുകയും ചെയ്തു. ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഡ്രസ്സിങ്. ഞാൻ സെറ്റ് കൊണ്ടാണ് ധരിച്ചിരുന്നത്. ഞാൻ ഡാൻസും പരിപാടിയും കഴിഞ്ഞാണ് ബസ്സിൽ കയറിയത്. ഓണപ്പരിപാടി കഴിഞ്ഞു. എൻ്റെ പ്ലീറ്റ് ഇച്ചിരി കുറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ഞാൻ സാരി കയറ്റാൻ കൊടുക്കുന്നത്. എൻ്റെ ബ്ലൗസ് ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത്. ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഒന്നും കാണുന്നില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്, നല്ലപോലെ എനിക്കുണ്ട്. അയാൾ കാണാൻ വേണ്ടിയാണ് എത്തി നോക്കിയത്. മൂന്നാമത്തെ കാര്യം, എൻ്റെ പ്രൊഫൈലിൽ കിടക്കുന്ന വീഡിയോ പറ്റി നിങ്ങൾ പറഞ്ഞു, ഇവിടെ എക്സ്പോസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ. എനിക്ക് ചോദിക്കാൻ ഇത്ര മാത്രം. അയാൾക്കറിയോ എൻ്റെ അടുത്തിരിക്കുന്ന അയാൾ ഇങ്ങനെ വിചാരിച്ചു, ഏഞ്ചൽ ബേബി ആണ്, ഇവൾ ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇവൾ മോഡലാണ്, ഇവൾ ആങ്കറാണ്, അപ്പോൾ കുറച്ച് നോക്കിയേക്കാം. അങ്ങനെയാണോ? അയാൾക്ക് എന്നെ ഒരു ചുക്ക് പറയത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, എൻ്റെ അച്ഛൻ്റെ പ്രായമുണ്ട് അയാൾക്ക്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ, കേരളം നന്നാവത്തില്ലടോ. എനിക്ക് പറയാനുള്ളത്, പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ ഇടയ്ക്കും ഡ്രസ്സിങ് ആണോ കഴപ്പ്? പിഞ്ചു കുഞ്ഞുങ്ങളെ മാത്രം. ഈ റേപ്പ് കേസ് എടുത്ത് നോക്കിയാൽ എല്ലാ പെണ്ണുങ്ങളും നാട്ടും പുറത്തെ സാധാരണ പെൺകുട്ടികൾ ചുരിദാറും ഷോളും ധരിച്ച പെൺകുട്ടികളാണ് പീഡിപ്പിക്കുന്നത്. അപ്പൊ അവിടെ ഡ്രസ്സിങ് അല്ല. എനിക്ക് പറയാനുള്ള കേരളം നന്നാവത്തില്ല. നിങ്ങൾ വളർത്തിക്കോ. നാളെ നിന്റെയൊക്കെ മക്കളെ പീഡിപ്പിക്കാൻ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കണം. അയ്യോ എന്റെ മോളെ കയറി പിടിച്ചു, എന്റെ മോളെ പീഡിപ്പിച്ചു, ഇവനൊക്കെ ജയിലിടണം, അല്ല ഇവനെ തൂക്കിക്കൊല്ലണം. നമ്മളെ നിയമം തൂക്കിക്കൊല്ലുന്ന നിയമമൊന്നും ഇല്ല. ജയിലിട്ട് അങ്ങ് വളർത്തും ഇവനെ. ആ ഇത് പേടിയില്ലാത്തതുകൊണ്ടാണ് ഇവന്മാർ ഇങ്ങനെ കാണിക്കുന്നത്.